ദയലേപിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലേപിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യ രാഗമം ഗീതങ്ങളാലേ അവനെ നാം സ്തുതിച്ചിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാലേ അവനെ നാം സ്തുതിച്ചിടാം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് 98-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ച്. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. ആമേൻ. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയ വിശ്വസ്തതയും ഓർത്തിരിക്കും. ഈ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പം ഈ ദൈവജനത്തെ ചില സമയമൊക്കെ കർത്താവ് ഇങ്ങനെ ഓർക്കാതിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ആ സമയത്തും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഈ യാക്കോബ് ജോസഫ് നഷ്ടപ്പെട്ട ശേഷമുണ്ടല്ലോ, നീണ്ട വർഷങ്ങൾ അവൻ വളരെ ദുഃഖിച്ച് തകർന്ന തരിപ്പണമായിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നെ അങ്ങ് സങ്കടമാവും. പക്ഷേ ഒരു പ്രത്യേക ദിവസം യോസഫ് അയച്ച രഥങ്ങൾ കണ്ട് ചൈതന്യപ്പെടുകയാണ്. ഉടനെ അവൻ ജോസഫിന്റെ പുറകെ പോയില്ല. അവൻ അന്ന് ഇസ്രായേൽ ചാടി എഴുന്നേറ്റ് യാഗപീഠത്തിൽ ചെന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, പോണോ? അന്ന് ദൈവം പറഞ്ഞു, നീ പൊക്കോ, വിശ്രമം പൊക്കോളാൻ പറഞ്ഞു. നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. ഈ വചനം എന്നിങ്ങനെ പറയുമ്പോൾ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ദൈവത്തിനൊരു ഭയങ്കര സ്വീറ്റായ ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. മടുത്തു പോയ ചിലർ, ദൈവശബ്ദമില്ലാതെ വരണ്ടുപോയ ചിലർ, ജീവിതത്തിനകത്ത് എന്നോടൊന്നും കർത്താവെ വിണ്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞ ചിലരോട് ദൈവോർത്ത് സംസാരിക്കാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം പഴങ്കഥകൾ പോലെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്, സ്പെഷ്യലി യോസെഫ്. എന്തൊരു നല്ല ഇന്നലത്തെ ഓർമ്മകൾ. എന്നാൽ ഒരു ദിവസം വീണ്ടും കേൾക്കുകയാണ്, ദൈവശബ്ദം പ്രാപിച്ചുകൊണ്ട് ഒരു മോശ വന്നെന്ന് പറയുകയാണ്, ഒരു വിടുതലുണ്ട്, ദൈവം ഓർത്തിരിക്കുന്നു. എനിക്ക് ഈ വചനം പറയുമ്പോൾ ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ തളർന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം ഓർത്ത് വിടുവിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് ഒരു ബോധ്യം തരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ചില സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ, കഴിഞ്ഞ നാളത്തെ ക്ഷീണങ്ങൾ മാറ്റുന്ന നിലകളിൽ, സങ്കടങ്ങൾ മാറ്റുന്ന നിലകളിൽ കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ, പ്രാർത്ഥന പോലും മറന്നുപോയി ശുശ്രൂഷയിൽ വ്യാപൃതനായ സക്രിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറയുമ്പോൾ അവൻ ഞെട്ടിപ്പോവുക. ഏത് പ്രാർത്ഥന? എന്നത്തെ പ്രാർത്ഥന? നീ പോലും മറന്നുപോയ പ്രാർത്ഥനകൾക്ക് ഓർത്ത് വെച്ച് മറുപടിയുമായി ഇറങ്ങി വന്ന് നിനക്ക് ഉല്ലാസവും സന്തോഷം തരുന്ന ഒരു നല്ല ദൈവം നിന്റെ കണ്ണുകളിൽ നോക്കി കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുന്നു. മറന്നിട്ടില്ല, ഇല്ലെന്നേ, മറക്കത്തുമില്ല. നീ കർത്താവിന് ഒത്തിരി വിലപ്പെട്ടവളാണ്, വിലപ്പെട്ടവനാണ്. യെസ്, ഇസ്രായേലേ, നിന്നെ മറക്കത്തില്ല. അവൻ ഇസ്രായേൽ ഗൃഹത്തോട് തൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. നിന്നെ ഓർക്കുമ്പോൾ ലോകത്തിന് ചിലത് കാണാനുണ്ടാവും. നിന്നെ ദൈവം ഓർക്കുമ്പോൾ
ലോകത്തിന് ചിലത് കാണാനുണ്ടാകും. യാക്കോബേ, നിന്നെ ഓർക്കുമ്പോൾ ലോകത്തിന് ചിലത് കാണാനുണ്ടാകും. സക്രിയാവേ, നിന്നെ ഓർക്കുമ്പോൾ സമൂഹത്തിന് ചിലത് കാണാനുണ്ടാകും. ഹന്നേ, നിന്നെ ഓർക്കുമ്പോൾ ലോകത്തിന് ചിലത് കാണാനുണ്ടാകും. യെസ്, അനേകർക്ക് കാണത്തക്കവണ്ണം ദൈവം നിന്നെ ഓർക്കാൻ പോവുകയാണ്. യെസ്, ചിലരങ്ങ് ഒത്തിരി തളർന്നു പോയി, മടുത്തു പോയിരിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങൾ ഒത്തിരി വിരസതയോടെ ആയിരിക്കാം ചിലപ്പോൾ ഇന്ന് ഈ സന്ദേശത്തിന് മുമ്പിൽ എത്തിയത്. പക്ഷെ നിന്നെ കർത്താവ് കാണുന്നത്. എഴുന്നേൽക്ക്, വാഗ്ദത്തമുള്ളവനല്ലേ, എഴുന്നേക്ക്, ഒരു നിയോഗമുള്ളവനല്ലേ, എഴുന്നേക്കുന്നേ. ഒരഭിഷേകം നിന്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടല്ലോ, പ്രാർത്ഥനക്കാരനല്ലേ, എഴുന്നേക്ക്, കർത്താവ് കൂടെയുണ്ട്. ഇനിയൊരു പുതിയ ചരിത്രം നിന്നിലൂടെ ദൈവത്തിന് സൃഷ്ടിക്കാനുണ്ട്. രോഗമേ, മാറി നിൽക്കുക. ഇന്നലകൾ നേരിട്ട അപമാനങ്ങളെ, നിന്റെ സമയങ്ങൾ കഴിഞ്ഞു. എതിർപ്പുകൾക്ക് പകരം എതിരേൽപ്പുമായി നിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ വരാൻ പോവുകയാണ്. യെസ്, ഇതൊരു പ്രൊഫറ്റിക്കൽ ഇടപെടലാണ്. യെസ്, നമുക്ക് ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ ഓർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്നും യേശുവേ, അങ്ങ് ഞങ്ങളെ ഓർത്തതിന് നന്ദി പറയുന്നു കർത്താവ്. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും യേശു അങ്ങ് ഓർത്തിരിക്കുന്നു കർത്താവെ. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ വഴികളെല്ലാം കർത്താവ് അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. അവരിൽ അങ്ങ് ചെയ്യുന്ന വിടുതലുകൾ കാണുമ്പോൾ കർത്താവ് അനേകർക്ക് അതിൽ അതിശയമായി ആശ്ചര്യമായി മാറുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യും. കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളും തകർന്ന ബന്ധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ, ഇന്നത്തെ പകൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ വചനം അവർ കൊടുത്ത് അനുഗ്രഹിക്കുന്നു, ഓർത്തിരിക്കുന്നു. ആ ഓർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും ഇവരുടെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നിശ്ചയമായിട്ട് ദൈവനോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.